വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 1 സെമസ്റ്റർ 1 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 1 4th മൊഡ്യൂളായ അക്കൗണ്ടിംഗ് ഫോർ കൺസൈൻമെൻറ്റ് എന്ന ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. കൺസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ 2 പാർട്ടീസ് ഉണ്ട് കൺസൈൻമെൻറ്റിൽ. അത് ഒരാൾ കൺസൈനറും അടുത്ത ആൾ കൺസൈനിയും. അതായത് ഗുഡ്സ് ആരുടെ കയ്യിലാണോ ഉള്ളത്, ആരുടെ ഓണർഷിപ്പിലാണോ ഉള്ളത്, അയാളെ നമ്മൾ കൺസൈനർ എന്ന് പറയും. ആ ഗുഡ്സ് കൺസൈനർ മറ്റൊരാളെ വിൽക്കാൻ ഏൽപ്പിക്കുകയാണ്, അയാളെയാണ് നമ്മൾ കൺസൈനി എന്ന് പറയുക. അപ്പോൾ കൺസൈനറിൻ്റെ ഗുഡ്സ് കൺസൈനിക്ക് വിൽക്കാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇത് പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ് പോലെ തന്നെയാണ്. കൺസൈനീനെ നമുക്ക് ഏജൻ്റായിട്ട് കണക്കാക്കാം. അപ്പോൾ ഇങ്ങനെ ഗുഡ്സ് കൺസൈനറിന് വേണ്ടിയിട്ട് കൺസൈനി വിറ്റ് കൊടുക്കുമ്പോൾ കൺസൈനർ കൺസൈനിക്ക് ഒരു കമ്മീഷൻ കൊടുക്കും. അങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നാം, സെയിലും കൺസൈൻമെൻറ്റും ഒന്ന് തന്നെയാണോ? സെയിൽ പോലെ തന്നെയല്ലേ കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാലും? പക്ഷേ രണ്ടും രണ്ടാണ്. കൺസൈൻമെൻറ്റിൽ കൺസൈനറും കൺസൈനിയാണുള്ളത്. കൺസൈനറിൻ്റെ ആണ് ഗുഡ്സ്, അതായത് ഗുഡ്സിൻ്റെ ഓണർ കൺസൈനറാണ്. അത് വിൽക്കാൻ മാത്രമാണ് കൺസൈനീനെ ഏൽപ്പിക്കുന്നത്. അപ്പം ഗുഡ്സിൻ്റെ പൊസഷൻ മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കൈവശം വെക്കാനുള്ള അവകാശം മാത്രമാണ് കൺസൈനറിൽ നിന്ന് കൺസൈനിലേക്ക് കൊടുക്കുന്നത്. അതായത് അവിടെ സെയിൽ നടക്കുന്നില്ല. സെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തൊരു സാധനം ബയർ വാങ്ങിച്ചാൽ പിന്നെ അതിൻ്റെ ഓണർഷിപ്പ് ബയറിനാണ്. ഇവിടെ കൺസൈൻമെൻറ്റിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഗുഡ്സ് കൈവശം വെക്കാനുള്ള അവകാശം മാത്രമാണ് കൺസൈനിക്ക് കൊടുക്കുന്നത്. അതേപോലെ തന്നെ സെയിൽ എന്ന് പറയുമ്പോൾ ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ് ഉണ്ടാവുക. പക്ഷേ കൺസൈൻമെൻറ്റിൽ എന്താണ്, പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ് ഉണ്ടാവുക. A consignment means transfer of possession of goods from the owner called consignor to another person called consignee for the purpose of selling the goods on consignment basis. കൺസൈനർ കൺസൈനിക്ക് ഗുഡ്സ് വിൽക്കാൻ കൊടുക്കുമ്പോൾ കുറച്ച് ഗുഡ്സ് കൊടുത്താൽ അത് കംപ്ലീറ്റ് ആയിട്ട് കൺസൈനിക്ക് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അത് റിട്ടേൺ കൊടുക്കാം കൺസൈനറിന്. കൺസൈനിയുടെ കയ്യിലുള്ള ഗുഡ്സ് റിട്ടേൺ ചെയ്യാം കൺസൈനറിന്. പക്ഷേ സെയിലിൽ അങ്ങനെ ഒരു സംഭവം പോസിബിൾ അല്ല. സെയിൽ നടന്നു കഴിഞ്ഞാൽ സെല്ലറിൽ നിന്ന് ബയ്യറിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത് അതിൻ്റെ ഓണർഷിപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് റിട്ടേൺ കൊടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നാം, സെയിലും കൺസൈൻമെൻറ്റും ഒന്ന് തന്നെയാണോ? സെയിൽ പോലെ തന്നെയല്ലേ കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാലും? പക്ഷേ രണ്ടും രണ്ടാണ്. കൺസൈൻമെൻറ്റിൽ കൺസൈനറും കൺസൈനിയാണുള്ളത്. കൺസൈനറിൻ്റെ ആണ് ഗുഡ്സ്, അതായത് ഗുഡ്സിൻ്റെ ഓണർ കൺസൈനറാണ്. അത് വിൽക്കാൻ മാത്രമാണ് കൺസൈനീനെ ഏൽപ്പിക്കുന്നത്. അപ്പം ഗുഡ്സിൻ്റെ പൊസഷൻ മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കൈവശം വെക്കാനുള്ള അവകാശം മാത്രമാണ് കൺസൈനറിൽ നിന്ന് കൺസൈനിലേക്ക് കൊടുക്കുന്നത്. അതായത് അവിടെ സെയിൽ നടക്കുന്നില്ല. സെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തൊരു സാധനം ബയർ വാങ്ങിച്ചാൽ പിന്നെ അതിൻ്റെ ഓണർഷിപ്പ് ബയറിനാണ്. ഇവിടെ കൺസൈൻമെൻറ്റിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഗുഡ്സ് കൈവശം വെക്കാനുള്ള അവകാശം മാത്രമാണ് കൺസൈനിക്ക് കൊടുക്കുന്നത്. അതേപോലെ തന്നെ സെയിൽ എന്ന് പറയുമ്പോൾ ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ് ഉണ്ടാവുക. പക്ഷേ കൺസൈൻമെൻറ്റിൽ എന്താണ്, പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ് ഉണ്ടാവുക. കൺസൈൻമെൻറ്റിൽ കൺസൈനർ കൺസൈനിക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ്സിന് എന്തെങ്കിലും വിധത്തിലുള്ള എക്സ്പെൻസുകൾ കൺസൈനിക്ക് കൊടുക്കേണ്ടി വന്നാലും അത് മീറ്റ് ചെയ്യുന്നത് കൺസൈനർ ആയിരിക്കും. ഇപ്പോൾ നോർമലി ഓണർഷിപ്പ് കൺസൈനറിൽ ആയതുകൊണ്ട് തന്നെ ഗുഡ്സ് കൈവശം വയ്ക്കാനുള്ള അവകാശം മാത്രമേ കൺസൈനിക്ക് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഗുഡ്സിനെ സംബന്ധിക്കുന്ന എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യേണ്ടത് കൺസൈനറാണ്, അതിൻ്റെ ഒറിജിനൽ ഓണറാണ്. കൺസൈനർ കൺസൈനിക്ക് ഗുഡ്സ് വിൽക്കാൻ കൊടുക്കുമ്പോൾ കുറച്ച് ഗുഡ്സ് കൊടുത്താൽ അത് കംപ്ലീറ്റ് ആയിട്ട് കൺസൈനിക്ക് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അത് റിട്ടേൺ കൊടുക്കാം കൺസൈനറിന്. കൺസൈനിയുടെ കയ്യിലുള്ള ഗുഡ്സ് റിട്ടേൺ ചെയ്യാം കൺസൈനറിന്. പക്ഷേ സെയിലിൽ അങ്ങനെ ഒരു സംഭവം പോസിബിൾ അല്ല. സെയിൽ നടന്നു കഴിഞ്ഞാൽ സെല്ലറിൽ നിന്ന് ബയ്യറിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത് അതിൻ്റെ ഓണർഷിപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് റിട്ടേൺ കൊടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് കൺസൈൻമെൻറ്റിൻ്റെയും സെയിലിൻ്റെയും ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ, നേച്ചർ ഓഫ് റിലേഷൻഷിപ്പിൽ പറയണത്, കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസൈനർ ആൻഡ് കൺസൈനി ഈസ് ദാറ്റ് ഓഫ് പ്രിൻസിപ്പൽ ഏജൻറ്റ്.
സെയിൽ എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയർ ഇൻ ദാറ്റ് ഓഫ് ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ. ദെൻ ഓണർഷിപ്പ് ആൻഡ് പൊസിഷൻ വരുമ്പോൾ കൺസൈൻമെൻറ്റിൽ എന്താണ്? ഓൺലി പൊസിഷൻ ആൻഡ് നോട്ട് ഓണർഷിപ്പ് ഇസ് ട്രാൻസ്ഫർ ടു ദ കൺസൈനി. Both the possession and ownership are transferred in sales. Then perform invoice. Consignor prepares only a perform invoice. Seller prepares a sales invoice. Risk of goods. Risk remains with consignor because ownership is not transferred. Sale വരുമ്പോൾ risk remains with buyer because ownership is transferred. Then return of goods. കൺസൈൻമെൻറ്റിൽ എങ്ങനെയാണ്? ഗുഡ്സ് റിട്ടേൺ ചെയ്യാമല്ലോ അല്ലേ? ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഗുഡ്സ് ക്യാൻ ബി റിട്ടേൺഡ് അറ്റ് എനി ടൈം ഇഫ് ദേ ആർ അൺസോൾഡ്. ബട്ട് ഇൻ സെയിൽസ് റിട്ടേൺ ഓഫ് ഗുഡ്സ് ഇസ് നോട്ട് പോസിബിൾ അതർവൈസ് agreed. Account sales has to be submitted by the consignee to the consignor periodically. Sales no account sales is to be submitted by the buyer to the seller. Unsold goods with the consignee will be treated as stock of consignor. Seller has nothing to do with the unsold goods. Then expenses വരുമ്പോൾ കൺസൈൻമെൻറ്റിൽ all expenses are borne by the consignor. സെയിൽസിലാണെങ്കിലോ expenses incurred after sale of goods are borne by the buyer. Repossession of goods sent to the consignee can be called back at any time. But in sales, goods once sold cannot be called back. Profit or loss on sales belong to the consignor. After the sale is complete, profit or loss belongs to buyer. Ordering for goods are sent without any order from the consignee. There must be an order from the buyer to buy the goods. Chief consideration of consignment is commission. Chief consideration of sale is profit. കൺസൈനർ കൺസൈനിക്ക് ഗുഡ്സ് വിറ്റ് കൊടുക്കുമ്പോൾ ഒരു കമ്മീഷൻ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ഈ കമ്മീഷൻ 2 ടൈപ്പ് കമ്മീഷനുണ്ട്. നോർമൽ കമ്മീഷനും ഉണ്ട്, സ്പെഷ്യൽ കമ്മീഷനും ഉണ്ട്. നോർമൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് നടന്നതിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് കമ്മീഷനായിട്ട് കൺസൈനിക്ക് കൊടുക്കും. അതാണ് നോർമൽ കമ്മീഷൻ. ഇനി സ്പെഷ്യൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ കമ്മീഷനേക്കാളും കൂടുതലോ കുറവോ കൊടുത്താൽ അതിനെ നമ്മൾ സ്പെഷ്യൽ കമ്മീഷൻ എന്നാണ് പറയുക. സ്പെഷ്യൽ കമ്മീഷനിൽ 2 ടൈപ്പ് കമ്മീഷനാണുള്ളത്. ഓവർ റൈഡിങ് കമ്മീഷനും ഉണ്ട്, ഡെൽക്രീഡ് കമ്മീഷനും ഉണ്ട്. ഡെൽക്രീഡ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കൺസൈനിക്ക് ഗുഡ്സ് വിൽക്കാൻ കൊടുക്കുമല്ലോ. അപ്പോൾ എല്ലാ ഗുഡ്സും റെഡി ക്യാഷ് കൊടുത്തിട്ടായിരിക്കില്ല കൺസൈനി മറ്റാൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ക്രെഡിറ്റ് ഉണ്ടാവാം. ഓക്കെ, ആ ക്രെഡിറ്റ് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ബാഡ് ഡെറ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. അപ്പം അങ്ങനെ ബാഡ് ഡെറ്റ്സ് ആയാൽ അതിൻ്റെ ഉത്തരവാദിത്തം കൺസൈനി ഏറ്റെടുത്തോളാം എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ കൺസൈൻമെൻറ്റ് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുകയാണെങ്കിൽ കൺസൈനിക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ കമ്മീഷനെയാണ് നമ്മൾ ഡെൽക്രീഡ് കമ്മീഷൻ എന്ന് പറയാം. അതായത് ബാഡ് ഡെറ്റ്സ് ഉണ്ടായാൽ അത് കൺസൈനി ഏറ്റെടുത്തോളാം എന്ന് പറയുമ്പോൾ നമ്മൾ കൺസൈനിക്ക് കൊടുക്കുന്ന കമ്മീഷനെയാണ് നമ്മൾ ഡെൽക്രീഡ് കമ്മീഷൻ എന്ന് പറയാം. ഇനി ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഗുഡ്സ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ നോർമൽ ഉള്ള പ്രൈസിനേക്കാളും കൂടുതൽ പ്രൈസിൽ കൺസൈനി ആ ഗുഡ്സ് വിറ്റ് തരാം എന്ന് പറഞ്ഞാൽ, കൺസൈനറിനോട് പറഞ്ഞാൽ, അതായത് കൺസൈനി കൂടുതൽ പൈസയ്ക്ക് ഗുഡ്സ് വിൽക്കാം എന്ന് കൺസൈനറിനോട് പറഞ്ഞാൽ അപ്പോൾ കൺസൈനിക്ക് കിട്ടുന്ന കമ്മീഷനെയാണ് നമ്മൾ ഓവർ റൈഡിങ് കമ്മീഷൻ എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ നോർമലി ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ടാവാറ്. ഇനി ഇതിനകത്ത് വരുന്നൊരു ടേമാണ് അഡ്വാൻസ്. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ കൺസൈനിക്ക് ഗുഡ്സ് കൊടുക്കും, അതിന് കൺസൈനിക്ക് കമ്മീഷൻ കിട്ടുകയും ചെയ്യും. ഈ ഗുഡ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറേ അധികം പൈസയ്ക്കാണ് ഗുഡ്സ് കൊടുക്കുന്നതെങ്കിൽ ഈ കൺസൈനറിന് ഒരു സെക്യൂരിറ്റി വേണമല്ലോ. കൺസൈനി ഗുഡ്സ് വിൽക്കാന്ന് പറഞ്ഞ് എഗ്രിമെൻ്റൊക്കെ എഴുതിയാണ് കൊണ്ടുപോകുന്നതെങ്കിലും കൺസൈനറിന് ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് കൺസൈനിയുടെ കയ്യിൽ നിന്ന് ചില സമയത്ത് അഡ്വാൻസ് മേടിക്കാറുണ്ട്, ഒരു എമൗണ്ട് മേടിച്ചു വെക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ അഡ്വാൻസ് എന്ന് പറയുക. അപ്പോൾ നേരത്തെ കൺസൈനിയുടെ കയ്യിൽ നിന്ന് കൺസൈനർ ഗുഡ്സ് കൊടുക്കുമ്പോൾ ഒരു ചെറിയ എമൗണ്ട്
മേടിച്ച് വെക്കും. അതിനെയാണ് നമ്മൾ അഡ്വാൻസ് എന്ന് പറയുക. ഇനി കൺസൈൻമെന്റിലെ 2 ടൈപ്പിലുള്ള എക്സ്പെൻസ് ആണ് വരിക. റെക്കറിങ് എക്സ്പെൻസസും നോൺ റെക്കറിങ് എക്സ്പെൻസും. നോൺ റെക്കറിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് സെയിലബിൾ കണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ട് കൺസൈനറോ കൺസൈനിയോ എന്തൊക്കെ എക്സ്പെൻസ് മുടക്കിയാലും അതിനെയാണ് നമ്മൾ നോൺ റെക്കറിങ് എക്സ്പെൻസസ് എന്ന് പറയാം. ഇതിൻ്റെ എക്സാമ്പിൾസ്: പാക്കിംഗ് ആൻഡ് ഫോർവേഡിംഗ് ചാർജസ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ്, carriage and cartage, freight and railway charges, dock dues, customs and octroi duty, import duty, clearing charge, insurance on goods in transit, and any other expenses incurred to bring the goods to the godown of the consignee. റെക്കറിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ കൺസൈനിയുടെ ഗോഡൗണിലേക്ക് ഗുഡ്സ് വന്നതിന് ശേഷം ഉണ്ടാവുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ റെക്കറിങ് എക്സ്പെൻസ് എന്ന് പറയാം. ഇതിന് എക്സാമ്പിളാണ് അഡ്വർടൈസിങ്, സെല്ലിംഗ് എക്സ്പെൻസസ്, ഗോഡൗൺ എക്സ്പെൻസ്, കാരേജ് ഔട്ട്വേർഡ്സ്, സെയിൽസ്മാൻ സാലറീസ്, ജനറൽ എക്സ്പെൻസ് ഓർ സൺട്രി എക്സ്പെൻസസ്. ഇനി കൺസൈൻമെന്റിൽ കൺസൈനർ കൺസൈനിക്ക് ഗുഡ്സ് വിൽക്കാൻ കൊടുക്കുന്നുണ്ടല്ലോ. ഇതെല്ലാ ഗുഡ്സും കൺസൈനി വിൽക്കണമെന്നില്ല. അപ്പോൾ ബാലൻസ് ഗുഡ്സ് ഉണ്ടാവാം. അതിനെ നമ്മൾ അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറയും. അതിൻ്റെ വാല്യുവേഷനാണ്. അതെങ്ങനെ അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് പ്രോബ്ലത്തിൽ ആദ്യം ചെയ്യാനുള്ളത്. അപ്പോൾ അതിനൊരു ഫോമാറ്റ് ഉണ്ട്. അത് ആദ്യം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്. ഫസ്റ്റ് നമുക്ക് എഴുതുന്നത് കോസ്റ്റ് ഓഫ് സ്റ്റോക്ക്. അത് സ്റ്റോക്ക് ഇൻറ്റു കോസ്റ്റ് പ്രൈസ് ആണ്. അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് പ്രപ്പോർഷനേറ്റ് എക്സ്പെൻസസ് പെയ്ഡ് ബൈ ദ കൺസൈനർ. അടുത്തത് ആഡ് ചെയ്യേണ്ടത് പ്രപ്പോർഷനേറ്റ് നോൺ റെക്കറിങ് എക്സ്പെൻസസ് പെയ്ഡ് ബൈ ദ കൺസൈനി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നതാണ് വാല്യൂ ഓഫ് സ്റ്റോക്ക്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴല്ലേ നമ്മുടെ ബാലൻസ് കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, കൺസൈനിയുടെ കയ്യിലെ ബാലൻസ് സ്റ്റോക്ക് എത്രയുണ്ട്, അതിൻ്റെ കോസ്റ്റ് എന്താണ്, അതിൻ്റെ കൂടെ കൺസൈനറിൻ്റെ എക്സ്പെൻസും കൺസൈനിയുടെ എക്സ്പെൻസും ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് വാല്യൂ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കൺസൈനറിൻ്റെയും കൺസൈനിയുടെയും എക്സ്പെൻസ് നമുക്ക് ആഡ് ചെയ്യാം. കൺസൈനിയുടെ എക്സ്പെൻസ് എടുക്കുമ്പോൾ അതിനകത്ത് നോൺ റെക്കറിങ് എക്സ്പെൻസ് മാത്രമാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. റെക്കറിങ് എക്സ്പെൻസ് എടുക്കാൻ പാടില്ല. കൺസൈനിയുടെ എക്സ്പെൻസ് എടുക്കുമ്പോൾ നോൺ റെക്കറിങ് എക്സ്പെൻസ് മാത്രമാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞൊരു പ്രോബ്ലം ചെയ്യാം കേട്ടോ. നമ്മൾ ഏത് പ്രോബ്ലം എടുത്താലും ക്വസ്റ്റ്യൻ വായിച്ച് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓരോ ക്വസ്റ്റ്യൻ ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുക കേട്ടോ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഓൺ 1 January 2016 ഹീറോ സൈക്കിൾ ഇന്ത്യ ലിമിറ്റഡ് ലുധിയാന കൺസൈൻഡ് 1000 cycles at ₹1,500 each to Kerala Cycle Emporium, Calicut. ഹീറോ സൈക്കിൾസ് 1 January 2016 1000 സൈക്കിൾ 1500 രൂപ വെച്ചിട്ട് കേരള സൈക്കിൾ എംപോറിയത്തിന്, അതായത് കാലിക്കറ്റുള്ള കേരള സൈക്കിളിന് പിക്കാൻ ഏൽപ്പിക്കുകയാണ്. അതായത് കൺസൈൻമെൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഹീറോ സൈക്കിൾ എന്നുള്ളവരാണ് കൺസൈനർ. കൺസൈനി ആരാണ്? കേരള സൈക്കിളാണ്. അപ്പോൾ ഓണർ ഹീറോ സൈക്കിളും അത് വിൽക്കാൻ കൊടുത്തിരിക്കുന്നത് കേരള സൈക്കിളുമാണ്. ഓക്കെ, ദേ പെയ്ഡ് ഫ്രൈറ്റ് 5,000, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് 3,000, carriage 2,000 ആൻഡ് ഇൻഷുറൻസ് 2,500. അപ്പോൾ അവർ കൊടുത്തു എന്ന് പറയുമ്പോൾ ഹീറോ സൈക്കിൾസ് കൊടുത്ത എക്സ്പെൻസ് ആണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഹീറോ സൈക്കിൾസിൻ്റെ, അതായത് കൺസൈനറിൻ്റെ എക്സ്പെൻസാണ് ഈ പറഞ്ഞ 5,000, 3,000, 2,000, 2,500. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ് പറയണത് കേരള സൈക്കിൾ എംപോറിയം ടുക്ക് ഡെലിവറി ഓഫ് ഗുഡ്സ് ഓൺ 1 January 2016 ആഫ്റ്റർ ഗിവിങ് ആൻ അഡ്വാൻസ് ഓഫ് 50,000. 50,000 അഡ്വാൻസ് കൊടുത്തു കേരള സൈക്കിൾ എംപോറിയം, അതായത് കൺസൈനറിന് 50,000 അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഈ ഗുഡ്സ് എടുത്തുകൊണ്ട് പോകുന്നത്. 1000 സൈക്കിൾ 1500 രൂപ വെച്ചിട്ട്. ദേ പെയ്ഡ് 4,500 ഫോർ കാരേജ്, 2,500 ഫോർ ഒക്ട്രോയ് ആൻഡ് 800 ഫോർ ക്ലിയറിംഗ് ചാർജ്. അപ്പം കേരള സൈക്കിൾ എംപോറിയം കൺസൈനിയുടെ എക്സ്പെൻസാണ് ഈ പറഞ്ഞ 4,500, 2,500, 800 അല്ല. ദ നെക്സ്റ്റ് സെൻറ്റൻസ് പറയുന്നത് ദ കൺസൈനി ഈസ് എൻറ്റൈറ്റിൽഡ് ടു എ കമ്മീഷൻ ഓഫ് 10% ഓൺ സെയിൽസ്. സെയിൽസിൻ്റെ 10% കൺസൈനിക്ക് കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേ ഓൾസോ പെയ്ഡ് ഗോഡൗൺ എക്സ്പെൻസസ് 4,200, സെല്ലിംഗ് എക്സ്പെൻസസ് 7,000, carriage outward 3,300. Then Kerala Cycle Emporium later sent on account sales showing that 800 sales were sold at 2,000 each. കേരള സൈക്കിൾ പറയുകയാണ്, അതായത് കൺസൈനി വിറ്റത് 800 സൈക്കിളാണ്,
എത്ര രൂപയ്ക്കാണ് വിറ്റത്? 2000 റുപ്പീസ് വെച്ചാണ് വിറ്റത്. അപ്പോൾ കൺസൈനർ കൊടുത്തത് 1000 സൈക്കിളാണ്, അതിനകത്ത് 800 സൈക്കിളാണ് വിറ്റത്. ബാലൻസ് എത്ര സൈക്കിളുണ്ട്? 200 സൈക്കിളുണ്ട്. ഈ 200 സൈക്കിൾ എത്ര രൂപ വെച്ചാണ് കൺസൈനിക്ക് കൊടുത്തത്? 1500 റുപ്പീസ് വെച്ചാണ്. അപ്പോൾ 1500 സൈക്കിൾ 200 സൈക്കിളിന് 1500 റുപ്പീസ് വെച്ചിട്ടുള്ളതാണ് നമ്മുടെ അൺസോൾഡ് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് വരിക. ഓക്കെ, അപ്പോൾ 200 × 1500 എന്നുള്ളതാണ് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഫസ്റ്റ് എഴുതേണ്ടത്, കോസ്റ്റ് ഓഫ് സ്റ്റോക്ക് എന്നുള്ളത്. ഇനി കോസ്റ്റ് ഓഫ് സ്റ്റോക്കിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് കൺസൈനറിൻ്റെ എക്സ്പെൻസ് ആണ്. കൺസൈനറിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 5000 + 3000 + 2000 + 2500 കൺസൈനറിൻ്റെ എക്സ്പെൻസ് നമുക്ക് ആദ്യം തന്നിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 12500 എന്നുള്ള എമൗണ്ട് വരും. അത് ആണ് കൺസൈനറിൻ്റെ എക്സ്പെൻസ്. പക്ഷേ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആണ് അല്ലേ? എത്രയാണ് അൺസോൾഡ് സ്റ്റോക്ക്? 1000 സൈക്കിൾസ് ഉണ്ടായിരുന്നു, അതിനകത്ത് 800 സൈക്കിൾസ് വിറ്റു, ബാലൻസ് ഉള്ളതാണ് 200. ആ 200 ആണ് അൺസോൾഡ് സ്റ്റോക്ക്. അപ്പോൾ അതിൻ്റെ വാല്യൂ മാത്രം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ 12,500 × 200 ഡിവൈഡഡ് ബൈ 1000 സ്റ്റോക്കിൽ 200ൻ്റെ വാല്യൂ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 12,500 × 200 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ 2500 വരും. അതാണ് നമ്മളുടെ കൺസൈനറിൻ്റെ എക്സ്പെൻസ്. ഇനി നമുക്ക് രണ്ടാമത് ആഡ് ചെയ്യേണ്ടത് കൺസൈനിയുടെ എക്സ്പെൻസ് ആണ്. കൺസൈനിയുടെ എക്സ്പെൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോൺ റെക്കറിങ് എക്സ്പെൻസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നമുക്ക് ഇവിടെ കൺസൈനിയുടെ, അതായത് കേരള സൈക്കിൾ എംപോറിയത്തിൻ്റെ നോൺ റെക്കറിങ് എക്സ്പെൻസ് ആയിരിക്കും തന്നിരിക്കുന്നത്. 4500 + 2500 + 800 ആണ്, അതായത് 7800 ആണ് കൺസൈനിയുടെ എക്സ്പെൻസ്. അത് അൺസോൾഡ് സ്റ്റോക്കിൻ്റെ മാത്രം കണ്ടാൽ മതി. അപ്പോൾ 200 ഡിവൈഡഡ് ബൈ 1000 ചെയ്യാം. അപ്പോൾ 7800 × 200 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ 1560 വരും. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. സ്റ്റോക്ക് ഓഫ് കോസ്റ്റ് ഓഫ് സ്റ്റോക്കിൻ്റെ കൂടെ കൺസൈനറിൻ്റെ എക്സ്പെൻസും കൺസൈനിയുടെ എക്സ്പെൻസും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3,04,060 കിട്ടും. ഇതാണ് വാല്യൂ ഓഫ് സ്റ്റോക്ക്, അല്ലെങ്കിൽ വാല്യൂ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലം ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വീഡിയോ മനസ്സിലായിട്ടുള്ളവർ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറന്നേക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.